രാജവൻ ചേട്ടാ, ഇന്നത്തെ ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട തലക്കെട്ടാണ് ഈ വാർത്ത. അതായത് ദേശാഭിമാനി പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വഴിവെട്ടിയത് കോൺഗ്രസ് എന്നും പറയുന്ന ഒരു ടൈറ്റിലോടെയാണ് ആ വാർത്ത തുടങ്ങുന്നത്. BJP ജയിച്ച 41 ഡിവിഷനിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. 25 ഡിവിഷനിൽ കോൺഗ്രസിന് ലഭിച്ചത് 1000-ൽ താഴെ വോട്ട് മാത്രമാണെന്ന് പറയുന്നു. ദേശാഭിമാനി ഇത് ഇരട്ടത്ത് കണ്ണടക്കുന്ന ഒരു സമീപനമല്ലേ? കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് 2020 ഉണ്ടായിരുന്നത് കേവലം 10 സീറ്റാണ് ഉണ്ടായുള്ളൂ. ഇപ്പോൾ സീറ്റിന്റെ നില 10-ൽ നിന്ന് അവർ 19 വർദ്ധിപ്പിച്ചു. പിന്നെ ഇത്തരത്തിലുള്ള ഒരു പേക്കൂത്ത് കോമാളിത്തരമായിട്ട് കൊണ്ടുവരുന്നതിന് എന്തിനും അർത്ഥമുണ്ടോ? യഥാർത്ഥത്തിൽ CPM ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ? ഇതെല്ലാ കാലത്തും ആടിനെ പട്ടിയാക്കുന്ന വിശദീകരണങ്ങൾ ഏത് കാലത്തും എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ സമർത്ഥമായും ഒരു ഉളുപ്പുമില്ലാതെ ചെയ്യുന്ന പ്രസ്ഥാനം CPM. ഇപ്പോൾ ഈ വാർത്ത തന്നെ വായിച്ചു നോക്ക്. കോൺഗ്രസ് വഴിവെട്ടി. ആർക്ക് വേണ്ടി? BJPക്ക് വേണ്ടി വഴിവെട്ടി. അതിൻ്റെ അർത്ഥം BJPക്ക് വേണ്ടി കോൺഗ്രസ് വഴിവെട്ടിയപ്പോൾ ഈ വോട്ടെല്ലാം കോൺഗ്രസ് തിരിച്ച് ആർക്ക് കൊടുത്തിരിക്കണം? BJPക്ക് കൊടുത്തിരിക്കണം. പക്ഷെ കോൺഗ്രസിന് 9-ൽ നിന്ന് എത്രത്തേക്ക് മാറി? 19-ലേക്ക് മാറി. 10-ൽ നിന്ന് 19-ലേക്ക് മാറി. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു, 1000-ൽ താഴെയാണ്, 2000-ൽ താഴെയാണെന്ന് പറയുമ്പോൾ കോൺഗ്രസിന് 9 സീറ്റ് കിട്ടിയ സമയത്ത് എത്ര വോട്ടാണ് കിട്ടിയിരുന്നെന്നറിയണ്ടേ? അതിനേക്കാളും കൂടെ കുറഞ്ഞു. പഴയ 2020 കോൺഗ്രസിന് 10 സീറ്റ് ഉണ്ടായിരുന്നു. 10 സീറ്റിനേക്കാൾ 10 സീറ്റ് കിട്ടിയ 10-ൽ നിന്ന് ഇപ്പോൾ 9 വർദ്ധിച്ചു. സീറ്റിൻ്റെ അധികമായി. ഇനി പോട്ടെ, സീറ്റിൻ്റെ എണ്ണം നമുക്ക് മൈൻഡ് ചെയ്യട്ടെ. ഇവർ പറഞ്ഞ പോലെ എല്ലാ വോട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് BJPക്ക് കൊടുത്തു എന്നുണ്ടെങ്കിൽ ഈ 10 സീറ്റ് കിട്ടിയ സമയത്ത് കോൺഗ്രസിന് എത്ര വോട്ടാണ് ഈ 41 സ്ഥലത്ത് കിട്ടിയെന്ന് പറയണ്ടേ? അന്നത്തേക്കാൾ കുറഞ്ഞെങ്കിൽ 10 സീറ്റ് കിട്ടിയ സമയത്തേക്കാൾ കോൺഗ്രസിൻ്റെ വോട്ട് വാർഡുകളിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, 41 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM പറഞ്ഞാൽ ചെറിയ ഇതുണ്ടെന്ന് വിചാരിക്കാം. മാത്രമല്ല CPMൻ്റെ വോട്ട് 2020-നേക്കാൾ എന്തുമാത്രം കുറഞ്ഞിട്ടുണ്ടോ കൂടിയെന്ന് പറഞ്ഞു. അതാണ് അതുകൂടെ അറിയണ്ടേ? അതെ, തീർച്ചയായിട്ടും. CPMന് അവരുടെ വോട്ട് നിലനിർത്തുമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒറ്റ വോട്ടും കിട്ടിയില്ലേ? ആലോചിച്ചോ? അപ്പോൾ തിരിച്ചുള്ള ആരോപണം കൂടിയുണ്ട്. അതെ, കഴിഞ്ഞ പ്രാവശ്യം CPM ജയിച്ചത് ഇതുപോലെ കോൺഗ്രസ് വോട്ടുകൾ കിട്ടിയിട്ടാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരും. കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ആരോപണം പറയാൻ പറ്റുള്ളൂ. ഇത്തരം തർക്കങ്ങളുമായിട്ട് വരരുത്. പിന്നെ 41 വാർഡിൻ്റെ കാര്യം പറഞ്ഞാൽ ബാക്കി വാർഡുകളുണ്ടല്ലോ. ബാക്കി 49-50 വാർഡോളം മിച്ചയില്ലേ? അല്ല 60 വാർഡോളം മിച്ചയില്ലേ? ഈ 60 വാർഡിൽ എന്താ സംഭവിച്ചത്? കോൺഗ്രസ് വോട്ട് മറച്ചു കൊടുക്കാത്ത 60 വാർഡിൽ എന്താ സംഭവിച്ചത്? ഇവർ ജയിച്ചോ? അതാണ് ഇതിലേക്കും വരണം. പണ്ടേ കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്തായിരുന്നേ. വോട്ടിൻ്റെ എണ്ണത്തിലും വോട്ടിൻ്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്ത്. വർഷങ്ങളായിട്ട് അവർ 1-ാം സ്ഥാനം LDFും 2-ാം സ്ഥാനം NDA വന്നു. 41 ആയിരിക്കില്ല, 10-60 വാർഡ് വരെ കഴിഞ്ഞ പ്രാവശ്യം 3-ാം സ്ഥാനത്തായിരിക്കും കോൺഗ്രസ്. കാരണം കോൺഗ്രസ് അവിടെ ഇല്ലായിരുന്നു. ഫലത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. അത് ഇത്തവണ എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ചിട്ടയായ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുരളീധരനെ പോലെ ഒരു ശക്തമായ നേതാവ് അവർ ക്യാമ്പ് ചെയ്ത് UDFന് വേണ്ടി പ്രവർത്തിച്ചു. ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷൻ മുമ്പേ തന്നെ അവർക്ക് ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞു. അതൊക്കെ എന്തായാലും കോൺഗ്രസിന്റെ പ്ലസ് പോയിന്റ്സ് നമ്മൾ നിഷേധിക്കാനാവില്ലല്ലോ. അല്ല, കോൺഗ്രസിനെ ഒന്നാം അധികാരത്തിൽ നിന്ന് മാറുന്ന കക്ഷിയായിരുന്നു കോൺഗ്രസ്. 2 ടേമായിട്ട്, 2 കോർപ്പറേഷൻ ഉണ്ടായപ്പോൾ തൊട്ട് കോൺഗ്രസ് പുറത്തായിരുന്നു അല്ലേ? കോർപ്പറേഷൻ ഉണ്ടായപ്പോൾ തൊട്ട് പുറത്തായി ഒന്നുമല്ലാതെ കിടന്നൊരു കക്ഷിയാണ് ഇപ്പോൾ 20 സീറ്റിലേക്ക് വന്നിരിക്കുന്നത്, അല്ലെ 19 സീറ്റിലേക്ക് വന്നിരിക്കുന്നത്. കുറേ സീറ്റുകൾ അവരും വളരെ തുച്ഛമായ വോട്ടിനാണ് തോറ്റിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് മറിച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്കും പറയാം. പക്ഷേ ഫലത്തിൽ BJP 51 സീറ്റ് ജയിച്ചു, അല്ലെ 50 സീറ്റ് ജയിച്ചു എന്നുള്ള സത്യം അവിടെ ഉണ്ട് ഇല്ലേ? ആ സത്യത്തിൽ ഇവരെങ്ങനെ കൗണ്ടർ ചെയ്യും? അപ്പോൾ ഒന്നും വേണ്ട. ഇനി കോൺഗ്രസ് ഈ വോട്ടുകളെ തരിച്ചങ്ങോട്ട് ബ്രാക്കറ്റ് ചെയ്യേണ്ട. കോൺഗ്രസ് വോട്ടായിട്ടും മാർക്സിസ്റ്റ് വോട്ടായിട്ടും ഒന്നും പറയേണ്ട. ജനങ്ങളുടെ വോട്ട് അവരിപ്പോൾ ആർക്കെതിരായിട്ട് വോട്ട് ചെയ്തു? CPMനെതിരായിട്ട്, ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്തു. ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്യുമ്പോൾ ഇവിടെ കോൺഗ്രസ് ജയിക്കാത്തതിൻ്റെ കാരണം കോൺഗ്രസ് ഏറ്റവും ദുർബലമായിരുന്നു. ആര് താങ്ങി നിർത്തിയാലും ഉയർന്നു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലായിരുന്നു കോൺഗ്രസ്, അതിൻ്റെ സംഘടനാ മിഷനറി. എന്നിട്ടും കോൺഗ്രസിനോട് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റി. അത് കോൺഗ്രസിന് കിട്ടിയ ഓരോ വോട്ടും CPM വിരോധത്തിൻ്റെ പേരിൽ കിട്ടിയതാണ്. പിന്നെ 2, ഏത് സ്ഥലത്തും ശത്രുത തോന്നുന്ന കക്ഷിയെ തോൽപ്പിക്കാൻ പറ്റുന്ന കക്ഷി കൂട്ടി. ബംഗാളിലാണ് തൃണമൂൽ വോട്ട് ചെയ്യും.
CPM-നെ തോൽപ്പിക്കണം, ഇപ്പോൾ BJP തോൽപ്പിക്കണം, തൃണമൂലോട്ട് ചെയ്യും, കർണാടകത്തിൽ ജനതാ പാർട്ടി കൂട്ടിയത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ, തെലങ്കാനയിലെ തെലുങ്ക് ദേശം, ഇങ്ങനെ മുഖ്യ ശത്രുവിനെ തോൽപ്പിക്കാൻ ഇപ്പം ഇവിടെ മുഖ്യ ശത്രുവായിട്ട് ജനങ്ങൾ കണ്ട CPM-നെ ആയിപ്പോയി. ഇവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, പഴയ അവസ്ഥ വെച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി കാണും. CPM-നെ തോൽപ്പിക്കണം, അതിനുള്ള മാർഗ്ഗം തന്നെ BJP വോട്ട് ചെയ്യുക, ഈർക്കലിയും കൊണ്ടുപോകും, മുറുക്കമ്മാമിനെ തല ഈർക്കലിയും കൊണ്ടുപോകും, അപ്പപ്പത്തിലും കൊണ്ടുപോകും. അതങ്ങനെ വിചാരിക്കുള്ളൂ. അപ്പോൾ ആ കാഴ്ചപ്പാടിലാണ് ജനം വോട്ട്, അല്ലാണ്ട് BJP-യോടുള്ള സ്നേഹം കൊണ്ടോ കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടല്ല ചെയ്തത്. പിന്നെ ഒന്നുകൂടെ ഓർക്കുക, BJP-ക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എന്നെ ആരവായിരുന്നു അല്ലേ, BJP പിടിച്ചു കൊണ്ടുപോയി, തൃശ്ശൂർ എന്ത് സംഭവിച്ചു? അപ്പോൾ ഇത് വെറും ആരവം മാത്രമാണ്. ഇപ്പോൾ BJP-യുടെ തിരുവനന്തപുരത്തെ ആരവം മാത്രമാണ്. നാളെ മോഡിയൊക്കെ ഇടപെട്ട് ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് അറിയത്തില്ല. എന്നാൽ പോലും ഈ ആരവം, കാസർഗോഡ് ആരവം പോയില്ലേ, അതെ, തൃശ്ശൂർ ആരവം പോയില്ലേ, ഇപ്പം മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരം വന്നിട്ടുണ്ട്, പന്തളത്തെ പോയി, വിളിച്ചു. അപ്പോൾ BJP-ക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷേ പിണറായി വിജയനെ തോൽപ്പിക്കണം. അല്ല, കേരള സ്റ്റേറ്റ് വൈഡ് കണക്കെടുത്താൽ BJP-ക്ക് 16% വോട്ടുള്ളൂ. അവർ കഴിഞ്ഞ 2020-നേക്കാളും അവരുടെ പെർസെൻറ്റേജ് കുറയാണ് ചെയ്തേക്കുന്നത്. അവർ 25 ടാർഗറ്റ് ചെയ്യുന്നത്, 20-25% ടാർഗറ്റ് ചെയ്യുന്നത്, അവർക്ക് 16 കിട്ടിയിട്ടുള്ളൂ. ഇനി ജയിക്കണമെങ്കിൽ വീണ്ടും ഒരു 14% കൂടെ അവർക്ക് വോട്ട് പിടിക്കണം. അതെങ്ങനെ പിടിക്കും? അത് ഇനിയിപ്പോൾ കിട്ടും ചിലപ്പോൾ. CPM-ന്റെ തകർച്ചയിൽ നിന്നും CPM-ന് കാലാകാലങ്ങളിൽ കൊട്ടിക്കൊണ്ടിരുന്ന ഈഴവ വോട്ടുകളിൽ ഷിഫ്റ്റ് ഉണ്ടായാൽ അവർക്ക് കിട്ടും. അതിപ്പോൾ തിരുവനന്തപുരം ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ജനങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്ന തിരുവനന്തപുരം. പന്തളത്ത് ജയിച്ചെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുകയില്ല, തൃപ്പൂണിത്തുറ ജയിച്ചെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുകയില്ല. തൃപ്പൂണിത്തുറ നേട്ടമുണ്ട്, ആരുടെ ഇവിടെ ആരാ വോട്ട് മറിച്ച് കൊടുത്തത്? തൃപ്പൂണിത്തുറയും കോൺഗ്രസ് ഇല്ലായിരുന്നു, ഇവിടെ CPM മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ വേറെ, ഞാൻ ഇന്നലെ എവിടെയോ സോഷ്യൽ മീഡിയയാണ് അവിടെ വായിച്ചത്, CPM UDF-ന്റെ പിന്തുണ തേടിയാണ് തൃപ്പൂണിത്തുറയിൽ BJP-നെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അലയൻസിന് വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലാണ് ഇവിടെ ഞാൻ വായിച്ചത്. അത് കോൺഗ്രസ് കാണിക്കാവുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും, ഏറ്റവും വലിയ മണ്ടത്തരം വിചാരിച്ചാൽ മതി. കാരണം കോൺഗ്രസിന് പോരാടി CPM ഇല്ലാതെ ജയിക്കാവുന്നേ. CPM-ന്റെ സഹായം വേണ്ട, ഇന്ത്യ മഹാരാജ്യത്ത് CPM-നോട് എന്നാ സഹായം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇവർ CPM-കാർ പറയും BJP-യെ ചേർത്ത് നിൽക്കുന്നത് ഞങ്ങളാണ്. ആ പ്രചരണത്തിൻ്റെ ഭാഗമാണ് ഈ വാർത്ത. ഞങ്ങളില്ലെങ്കിൽ BJP വരും, വല്ല കോൺഗ്രസ് കാരണം BJP ജയിച്ചാൽ കോൺഗ്രസ് കാരണം BJP ജയിച്ചു, തോറ്റാൽ ഞങ്ങൾ കോൺഗ്രസ് തോപ്പിച്ചു, BJP തോപ്പിച്ചു. ഈ ആർഗ്യുമെൻ്റ്, ഈ പൊട്ടൻ ആർഗ്യുമെൻറ്റുമായിട്ട്, ആടിനെ പട്ടിയാക്കുന്ന ആർഗ്യുമെൻറ്റുമായിട്ട് പോരാതെ സത്യസന്ധമായിട്ട് ജനങ്ങൾ ആര്യാരായം തന്നെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല, PP ദിവ്യം കാണാൻ ഉദ്ദേശിക്കുന്നില്ല, അവരുടെ ഗോഡ് ഫാദറായ പിണറായി വിജയനെ കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് പോലെ നമ്മളോട് പറയുന്ന